ഹലോ ഗൈസ്, നമുക്കിന്ന് ബീഫ് വരട്ടിയത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. തുടങ്ങാം. കുക്കർ ചൂടായതിനു ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് കറിയിലെ ഗൾഫിൽ തണവായതുകൊണ്ട് AC ഇരുന്നതുകൊണ്ട് എപ്പോൾ നോക്കിയാലും വെളിച്ചെണ്ണ എപ്പോൾ നോക്കിയാലും ഈ ലെവലിലായിരിക്കും. അപ്പോൾ നമുക്കത് 2 ടേബിൾ സ്പൂൺ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച വെള്ളുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം മിക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു ഫുള്ള് വെള്ളുള്ളി, പിന്നെ ഒരു വലിയൊരു ഇഞ്ചി, പിന്നെ ഒരു 6 കാന്താരി മുളക് മുറിച്ചത്. ഓക്കെ, നമുക്കത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നങ്ങോട്ട് വഴറ്റി കൊടുക്കും. കൂടെ പച്ചമുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുതൽ കാന്താരി മുളക് ഇടുന്നതാണ്. നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്നായതിനു ശേഷം നമുക്ക് ഒരു 10-15 ചെറുള്ളി ചെറിയതായിട്ട് ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മളെ സബോള ഇടുന്നേക്കാട്ടും മുമ്പ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ ചുമന്ന് വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ച് സബോള ഇടാം. ഒരു 4 സബോള അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സബോള ഒന്ന് വഴറ്റിയെടുക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സബോള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാൻ നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് പെട്ടെന്ന് തന്നെ അത് വഴറ്റി കിട്ടും. സബോള നന്നായി വഴറ്റി വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതിന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ കുത്തങ്ങോട്ട് മാറി കിട്ടും. ഒന്ന് വെയിറ്റ് ചെയ്യുക, ആ കുത്തണം മണങ്ങോട്ട് മാറി കിട്ടും. അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നമുക്ക് എല്ലാ പൊടിയും കൂടി ഒപ്പം ഇടാം. അതിനുശേഷം
2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. തീ കുറച്ചിട്ടിട്ട് ഇളക്കിയെടുക്കാം, അല്ലെങ്കിൽ പൊടികളൊക്കെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അത് പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റാണ്. ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇതൊരു തക്കാളി അരിഞ്ഞ് വെച്ചതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു കപ്പ് വെള്ളം ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി. അതിനുശേഷം നമുക്കൊന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണ്, കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഈ കൂട്ടം ഞാനൊരു 1.5 കിലോ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഒന്ന് തിളച്ചൊന്ന് വരട്ടെ കേട്ടോ. നന്നായി തിളക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് എരിവ് നല്ല ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി നന്നായി ഇട്ടത്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ കാന്താരി മുളകും ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാലും മതി. പിന്നെ കാന്താരി മുളക് ആഡ് ചെയ്യണമെന്നില്ല, പക്ഷേ അത് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് നമുക്കങ്ങനെ ചെയ്യാം. പച്ചമുളക് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ എരിവ് കുറയ്ക്കാനാണെങ്കിൽ കാന്താരി മുളകിന് പകരം 3 പച്ചമുളക് ഇട്ടാലും മതി. ഇപ്പോൾ ഞാൻ കാന്താരി മുളക് ഒരു 6 ആഡ് ചെയ്തേക്കണം. ഇങ്ങനെ തക്കാളി ഒന്ന് ഉടയുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാല ഒക്കെ നല്ലോണം പിടിച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം നമുക്ക് ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 1.5 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ കാര്യം മറന്നുപോയി. ആക്ച്വലി നമുക്ക് കുറച്ച് ബീഫ് ഉലർത്തി മസാലയും കൂടി ഇത് ആഡ് ചെയ്യണം. അത് കുറച്ച് ആഡ് ചെയ്യുമ്പോൾ അത് ടേസ്റ്റ് അങ്ങനെ കൂടും. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിപ്പോൾ ബീഫ് ഉലർത്തി മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല, മീറ്റ് മസാല ആയാലും മതി. അതിനുശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന 1.5 കിലോ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു പ്രവാസികളായതുകൊണ്ട് ഇത് നമ്മളെ നാട്ടിലെ ബീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലുലുവിലത്തെ
ലുലു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലുലുവിൻ്റെ ബ്രാൻഡിൽ ബീഫ് കിട്ടും. അത് ശരിക്കും നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ അതേ ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടും. നല്ലോണം നമുക്ക് ആ ബീഫ് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. മസാല അടി പിടിക്കാണ്ടിരിക്കാൻ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി, കാരണം ബീഫിലത്തെ വെള്ളം താനെ ഇറങ്ങിപ്പോകും. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ ബീഫ് വിസിലടിച്ചതിന് ശേഷം നന്നായി ഒന്നുകൂടി വറ്റിക്കാനാണ്. അപ്പോൾ നമ്മൾ വിസിലടിച്ചതിന് ശേഷം ഇങ്ങനെ വറ്റിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിട്ട് കിട്ടും. എപ്പോഴും നോക്കിയാലും നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക പ്രത്യേകം. ഞങ്ങൾ കുക്കറിന് ഒരു 6, 7, 8 വിസിലോളം വേണം, അന്നേരം ബീഫ് വേവുള്ളൂ നന്നായിട്ട്. ഇതിപ്പോൾ വേറെ നല്ല കുക്കറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 5 വിസിലൊക്കെ മതിയായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ സാധാരണ 8 വിസിലടുപ്പിക്കാറ്. നമുക്കിനി കുക്കർ ഒരു 8 വിസിൽ വരുന്നവരെ കാത്തു വെക്കാം. ബീഫ് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. അതിനിടയ്ക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് കറിവേപ്പില നമുക്കിങ്ങനെ ഇടാം. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ബീഫിനൊരു ബ്രൗണിഷ് കളർ വരണമെങ്കിൽ അതൊക്കെ കുറച്ച് നന്നായി കുറച്ച് വെളിച്ചെണ്ണ കൂടി സൈഡിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് നല്ല ഒരു ബ്രൗണിഷ് കളറാവും. നന്നായി ഇളക്കി കൊടുക്കും. കണ്ടില്ല, ഒരു റെഡിഷ് കളറായിട്ട് ഒരു ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട്. നന്നായി വറ്റിച്ച് എടുക്കാം. ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. ബ്രൗണിഷ് കളറായി വരികയും ചെയ്യും. അല്ലേ, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കും. ബീഫിൽ നെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി. കാരണം അപ്പോൾ തന്നെ നല്ലൊരു കുഴഞ്ഞാവുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് നെയ്യും കളയുകയാണെങ്കിൽ ഇങ്ങനെ വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ചിട്ട് വെളിച്ചെണ്ണ സൈഡിൽ കൂടെ നമുക്ക് ഒഴിച്ചെണ്ണ കൊടുത്താൽ മതി. അങ്ങനെ ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ചാറൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയി വരുന്നുണ്ട്. അത് നന്നായി വറ്റണ വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. ശരിക്കും ഈ ഒരു തിക്ക് ഗ്രേവി നമ്മൾ പൊറോട്ട കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് ശരിക്കും പൊറോട്ട കൂടി കഴിക്കാനുള്ള ഒരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇപ്പോൾ വരട്ടാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായി ഒന്ന് ചാറ് വറ്റാനുണ്ട്. ഓക്കെ, നമ്മൾ എന്നിട്ട് ഇളക്കി കൊണ്ടിരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കൈമൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റോളമായി ഇളക്കാൻ തുടങ്ങിയിട്ട്. വീണ്ടും നന്നായി ഒന്ന് തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇന്നൊരു കുറച്ചുകൂടി ബ്രൗണിഷ് കളർ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി സൈഡിൽ കൂടെ അങ്ങനെ ആഡ് ചെയ്ത് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും നല്ല ടേസ്റ്റ് കൂടി വരും. നന്നായി ഇളക്കി കൊടുക്കാം.
കുഴമ്പ് രൂപമായി വരുന്നുണ്ട്. ഇപ്പോൾ നന്നായി ഇളക്കിക്കൊണ്ട് നല്ലോണം ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വേപ്പില ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ആ വേപ്പിലയുടെ മണം കറക്റ്റ് കിട്ടും. നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കാം കുക്കർ. അങ്ങനെ നമ്മളെ സ്വാദിഷ്ടമായ ബീഫ് വരട്ടിയത് റെഡിയായി. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാം, നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം, വെറും ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ. താങ്ക് യു.